പല ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ അരിഞ്ഞു കണ്ടപ്പോൾ അതിൽ ഉള്ളി ഉണ്ടോ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. കാരണം ഉള്ളിയുടെ വില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. പൊതുവിലൊരു രാജ്യത്തൊരു വിലക്കയറ്റം ഉണ്ട് എന്നൊരു പ്രതീതി ഉണ്ട് ഇപ്പോൾ നിലവിൽ. മാത്രമല്ല ഈ ഭക്ഷണത്തിലെ സവാള, പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ സവാള വില ഇങ്ങനെ കുതിച്ചുയരുന്നത് നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ രാജ്യത്തൊരു വിലക്കയറ്റമുണ്ട് എന്നുള്ളത് പ്രജിൻ പറഞ്ഞ പോലെ അത് കറക്റ്റാണെന്ന് എനിക്കും തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ വിലവർധന ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ക്രിസ്ത്യന ചെറിയാൻ പറഞ്ഞു തരും. കാണാം. ഇനി അല്പം സാമ്പത്തികം. ഒക്ടോബറിലെ ചില്ലറ വിൽപ്പന വില അടിസ്ഥാനമാക്കിയ വിലക്കയറ്റം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എത്ര പേര് ഇത് ശ്രദ്ധിച്ചു? രാജ്യത്ത് വിലക്കയറ്റം 14 മാസത്തെ ഉയർന്ന നിരക്കിലായിട്ടുണ്ട് കേട്ടോ. സെപ്റ്റംബറിൽ 9.24% ഭക്ഷ്യവിലക്കയറ്റം 10.87% ഉയർന്നു. ഇതിൽ നമ്മൾ ഏറ്റവും വലഞ്ഞത് സവാള വിലക്കയറ്റം മൂലമാണ്. സവാള വില കിലോയ്ക്ക് 90 രൂപയൊക്കെ കടന്ന് കത്തിക്കയറിയപ്പോൾ വീട്ടമ്മമാർ സവാള അരിയും മുന്നേ തന്നെ കരയാനും തുടങ്ങി. എന്താണ് സവാള വിലക്കയറ്റത്തിന് കാരണം? സവാള വില ഉടനെങ്ങാനും കുറയുമോ? നോക്കാം. കാരണം അറിഞ്ഞാലല്ലേ പരിഹാരം പറയാൻ പറ്റൂ. അതിന് വലിയ താത്വിക അവലോകനത്തിന്റെ ഒന്നും ആവശ്യമില്ല. സവാള വിലക്കയറ്റത്തിന് കാരണം കണ്ടെത്തണമെങ്കിൽ അങ്ങ് മഹാരാഷ്ട്രയിലെ നാസിക്ക് വരെ പോകണം. അവിടുത്തെ കർഷകർ പറയും ഇങ്ങ് കേരളം വരെയുള്ള വീട്ടമ്മമാരെ കരയിച്ച വിലക്കയറ്റത്തിന് കാരണങ്ങൾ. 1. ദീപാവലി കാരണം ഒരാഴ്ച വിപണികൾ അടഞ്ഞുകിടന്നത്. 2. കനത്ത മഴയെ തുടർന്ന് ഉള്ളിപ്പാടങ്ങളിൽ വെള്ളം കയറി കൃഷി നശിച്ചത്. 3. കയറ്റുമതി കൂടിയത്. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് മഹാരാഷ്ട്രയിൽ ലഭ്യത 25% ചുരുങ്ങി. നാസിക്കിൽ വില ക്വിന്റലിന് 5400 രൂപയെന്ന റെക്കോർഡ് നിരക്കിലെത്തി. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സവാളയുടെ വരവ് കുറഞ്ഞതും ഡിമാൻഡ് മാറ്റമില്ലാതെ നിന്നതും വിലക്കയറ്റത്തിലേക്ക് നയിച്ചു. അങ്ങനെ സവാള വിലയിൽ 21%-ലേറെ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ റാബി സീസണിൽ വിളവെടുത്ത സ്റ്റോക്ക് തീർന്നതും തിരിച്ചടിയാകുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ലാസൽ ഗോവനിൽ പ്രതിദിനം 1000 ടൺ സവാള വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുന്നത് 200 മുതൽ 250 ടൺ മാത്രം. അങ്ങനെ കാരണം കണ്ടെത്തി. ഇനി സവാള വില എന്നു കുറയുമെന്ന് കൂടി പറയാനാകുമോ? വർഷത്തിൽ 3 തവണയാണ് സവാള കൃഷി. ജൂൺ ജൂലൈ മാസങ്ങളിലെ ഖാരിഫ്. ഇതിന്റെ വിളവെടുപ്പ് ഒക്ടോബറിൽ തുടങ്ങും. എന്നാൽ ഇത്തവണ മഴ ഈ വിളവെടുപ്പ് അങ്ങ് കോളമാക്കി. പിന്നീട് സെപ്റ്റംബർ ഒക്ടോബറിലെ അടുത്ത ഖാരിഫ്. ബഫർ സ്റ്റോക്കിൽ നിന്ന് സവാള എത്തിക്കാൻ കേന്ദ്ര ഉപഭോക്തൃ കാര്യാലയ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോടെ കിലോയ്ക്ക് സെഞ്ചുറി എത്തിയ വില തിരിച്ചിറങ്ങി 30 രൂപ വരെ ആകുമെന്നാണ് വിലയിരുത്തൽ. മാത്രവുമല്ല അടുത്ത വിളവെടുപ്പോടെ ലഭ്യത കൂടുകയും ചെയ്യും. ഇനി എൻടെയിൽ. സവാള വിലക്കയറ്റത്തിലുടക്കും ഇത്തവണ ചില രാഷ്ട്രീയക്കാരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ പെട്ടി പൊട്ടിക്കുമ്പോൾ സവാള കാരണം പല സ്ഥാനാർത്ഥികളും കരയുമെന്നാണ് പ്രവചനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓണിയൻ ബെൽറ്റ് എന്നറിയപ്പെടുന്ന മേഖലയിൽ മഹായുതി സഖ്യത്തിന് നഷ്ടമായത് 5 സീറ്റുകളാണ്. സിംഹാസനങ്ങളെ വരെ വലിച്ചിടാൻ സാമ്പത്തിക കാരണങ്ങൾക്കാകും. അതുകൊണ്ട് വിലക്കയറ്റമൊക്കെ ഒന്ന് കാര്യമായി ശ്രദ്ധിച്ചോണം.